സാറ് ഇരിക്കും. എന്താ ഈ കാണിച്ചിരിക്കുന്നേ? അത് പൊട്ടിച്ചപ്പോ സമാധാനം കിട്ടിയോ? ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്കറിയാം. അതെങ്ങനെയാ? നടു ഒടിഞ്ഞു കിടക്കുമ്പോഴും കണിമംഗലത്തെ പൊന്നു തമ്പുരാട്ടിയാണെന്നുള്ള പഴയ വിചാരമല്ലേ? അയ്യോ, ചന്ദ്രു, how was the party? ഗംഭീരം. സാറ് ക്ഷണിച്ചപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും കരുതിയില്ല. ചന്ദ്രന്റെയൊക്കെ കുഴപ്പം എന്താണെന്നറിയോ? ജീവിതത്തിൽ കുറെ വെട്ടിപ്പിടിച്ചിട്ടുണ്ട്, പക്ഷെ അത് എവിടെയൊക്കെ ചെലവാക്കണമെന്നറിയില്ല. ജീവിതം സുഖിക്കാനുള്ളതാ ചന്ദ്രു. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള സ്ഥലത്താവണം. അല്ലാതെ ജീവിതമേ ആസ്വദിക്കാതെ വയസ്സായി മരിച്ചു പോയിട്ട് എന്താ കാര്യം? ഞാനിനി സാറയുടെ പോളിസികൾ പകർത്താൻ ശ്രമിക്കുകയാണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മളൊരു നല്ല സന്തോഷത്തിരിക്കുമ്പോ ആ സന്തോഷം കെടുത്താൻ ആരെങ്കിലും വിളിച്ചാ എന്താ അവനോട് തോന്നുക? ഓ, ഈ വീട്ടിലിരിക്കുന്ന ഭാര്യമാരുടെ ഏറ്റവും മോശം സ്വഭാവം തന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതാ. എടുത്ത് സംസാരിക്കേ. ഹലോ ഹലോ, എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലേ? ചന്ദ്രേട്ടാ, എനിക്കൊട്ടും വയ്യ. ദേഹത്ത് കുരുക്കളൊക്കെ ഒരുപാട് പൊന്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ശ്വാസം എടുക്കാൻ തന്നെ പാടുപെടുക. ഇവിടെ ഒറ്റയ്ക്കിങ്ങനെ കിടന്നിട്ട് പേടിയായിട്ട് വയ്യ. പിന്നെന്താ, പകർച്ചവ്യാധി വന്നാ ഞാൻ നിനക്ക് കൂട്ടുകിടക്കണോ? ചന്ദ്രേട്ടാ, ഞാൻ ഈ ഓടി നടന്ന് കഷ്ടപ്പെടുന്നതേ എല്ലാവർക്കും വേണ്ടിയിട്ടാ. അതിനിടയിൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അസുഖമാണെന്ന് കണ്ട കാഴ്ചയിൽ തന്നെ സാറ് പറഞ്ഞല്ലോ. അപ്പൊ നീ അത് വിശ്വസിച്ചില്ല. ഇനി അടങ്ങി ഒതുങ്ങി ഇരിക്കവിടെ, അസുഖം മാറട്ടെ. അതിനു മുമ്പ് ഞാൻ ചത്തുപോയാലോ? പിന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടല്ലേ ഇക്കാലത്ത് ആളുകൾ മരിക്കുന്നത്. ഓ, അവളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ഉണ്ട്. സാറ് ഇപ്പോഴല്ല, ഏത് നേരവും എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ ശബ്ദത്തിന് വല്ലാത്തൊരു മാറ്റം. നടക്കട്ടെ ചന്ദ്രേട്ടാ, പക്ഷേ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. ആ, തൽക്കാലം ദൈവം കാണാത്ത രീതിയിലാ ഞാനും സാറേ. നീ അതിനെക്കുറിച്ച് ഓർത്ത് ബുദ്ധിമുട്ടുണ്ട്. മര്യാദയ്ക്ക് ഫോൺ വെച്ചിട്ട് എവിടെയെങ്കിലും കിടക്കാൻ നോക്ക്. ഒന്നും മനസമാധാനത്തോടെ നടക്കാൻ സമ്മതിക്കുന്നില്ല. ഇവരൊക്കെ ഇനി എന്നാ പഠിക്കുന്നേ? ഓ, ലീവ് ഇറ്റ് ചന്ദ്രു. ഇതുപോലെ കുറെ തടസ്സങ്ങൾ മുന്നിലുണ്ടാവുമ്പോഴല്ലേ ജീവിതത്തിനൊരു രസം ഉണ്ടാവൂ. വണ്ടി എടുക്ക്.
എന്താ ഡോക്ടറെ ഇന്ന് കാണണമായിരുന്നു. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? എന്റെ മോനിവിടെ ചികിത്സയില. അങ്ങോട്ട് നീങ്ങിക്ക്, ചോദിക്കട്ടെ. ഇതെന്താ ചേച്ചി ഇങ്ങനെ പെരുമാറുന്നത്? നമ്മളെന്തോ തെറ്റെയ്ത പോലെ. അതെ മോളെ, മോനെയും കൊണ്ട് ഇവിടെ വന്നപ്പോ വലിയ സ്നേഹമായിരുന്നു. നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ലോണം നോക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. ആ ചെല്ലാൻ പറഞ്ഞു. സാറ് ഇരിക്കും. വരൂ, ഇരിക്കും. സാർ, ആ ഇതാരാ? ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ളതാ. എന്റെ പേര് രാധിക. ഞങ്ങളുടെ അമ്പലത്തിലെ പൂജാരിയുടെ മകളാ, ദേവനാരായണൻ തിരുമേനിയുടെ. ഇന്നലെ ഫോൺ ചെയ്തപ്പോ പ്രത്യേകിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? സർ, ചേച്ചിക്ക് മോനെ ഇവിടുത്തെ ചികിത്സയിൽ നിന്ന് മാറ്റിയെ കൊള്ളാന്നുണ്ട്. അതെന്ത് പറ്റി? അല്ല ഡോക്ടറെ, കുറെ കാലമായിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ. ചിലപ്പോ ചികിത്സയൊന്ന് മാറ്റി നോക്കിയാ. അത് കുഴപ്പമില്ല. അങ്ങനെ വേണ്ടി വന്നാല് ഇതുവരെയുള്ള ബില്ല് നിങ്ങൾ ഒന്നിച്ചടക്കേണ്ടി വരും. അടയ്ക്കാം സാറേ, എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്. അതിലിനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു മിനിറ്റ്. ബില്ലനുസരിച്ച് ഏകദേശം ഒരു 3 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും.